പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു പാവമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ പാവം നമ്മുടെ കർത്താവിന് വരുമായിരുന്നു. ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉണ്ണീശോ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ കന്യാമറിയത്തിൽ ഉത്ഭവിച്ചെങ്കിലും പിന്നെ വളർന്നത് പരിശുദ്ധ അമ്മയുടെ മാംസവും രക്തവും മൂലമല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് തെറ്റാണ്. പരിശുദ്ധ അമ്മയുടെ മാംസവും രക്തവും സ്വീകരിച്ച് തന്നെയാണ് നമ്മുടെ കർത്താവ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ വളർന്നത് എന്ന് ഉറപ്പാണ്. അന്നേരം പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു പാവമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിന് ആ പാവം വരുമായിരുന്നു. നമ്മുടെ കർത്താവിന് ആ പാവം, ഒരു പാവമെങ്കിലും നമ്മുടെ കർത്താവിന് വന്നായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാവം മുഴുവൻ ഏറ്റെടുക്കാൻ നമ്മുടെ കർത്താവിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു പാവം പോലും ഇല്ലാതെ, ഉത്ഭവഭാവവും കർമ്മഭാവവും ഇല്ലാതെയാണ് പരിശുദ്ധ അമ്മേനെ ദൈവം സൃഷ്ടിച്ചത്. പരിശുദ്ധ അമ്മ വളരെ പരിശുദ്ധിയായ ഒരു സ്ത്രീയാണ്.